മാലിന്യ സംസ്കരണത്തിൽ ഇടുക്കി ജില്ലയിലെ ഇരട്ടയാർ മോഡൽ രാജ്യത്തു തന്നെ ശ്രദ്ധ നേടിയ ഒന്നാണ്. ഇരട്ടയാർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ വാതിൽപ്പടി സേവനത്തിലൂടെ മുഴുവൻ വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ടൺ കണക്കിന് മാലിന്യമാണ് മാസം തോറും ശേഖരിക്കുന്നത്. ഈ മാലിന്യങ്ങളൊക്കെ റീസൈക്കിൾ ചെയ്തും പഞ്ചായത്ത് വരുമാനമുണ്ടാക്കുന്നുണ്ട്. മാലിന്യ സംസ്കരണത്തിൽ രാജ്യത്തിന് മാതൃകയാണ് ഇരട്ടയാർ പഞ്ചായത്ത്. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ പ്രസംഗത്തിൽ ഇരട്ടയാർ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനം ഇടം പിടിച്ചിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് മികച്ച ജീവിത നിലവാരവും ഇരട്ടയാർ പഞ്ചായത്ത് ഉറപ്പാക്കുന്നു. 4600-ലധികം വീടുകളിലും 500 സ്ഥാപനങ്ങളിലും ഹരിതകർമ്മസേന വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാണ്. മെമ്പർമാരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഹരിതകർമ്മസേനയുടെ വലിയൊരു പ്രവർത്തനം, അവരാണ് ഇതിൻ്റെ എല്ലാ വർക്കിനും നല്ലൊരു സപ്പോർട്ടായി നിന്നത്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ MCF അടക്കം കത്തിപ്പോവുകയും ഇവിടെ വളരെയധികം മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 600 ടണ്ണോളം മാലിന്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊടുത്തത്. പിന്നെ മറ്റൊന്ന് നമ്മൾ ഏറ്റവും വലിയൊരു പദ്ധതിയായി നമ്മൾ ഏറ്റെടുത്തത് എന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മുടെ ഈ ഇരട്ടയാർ പഞ്ചായത്തിലെ 14 വാർഡിലെ മുഴുവൻ ആളുകളെയും കൂടെ ഇറക്കി നമ്മൾ ഒരു ദിവസം ഒരു ക്യാമ്പയിൻ പോലെ. അപ്പോൾ ആ ക്യാമ്പയിനിൽ വളരെയധികം എന്ന് വെച്ചാൽ ഏകദേശം 25-30 ടണ്ണോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റി. പ്രതിമാസം 15,000 രൂപ വരുമാനവും ഇതിലൂടെ ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് ഉറപ്പാക്കുന്നു. പഞ്ചായത്തിലെ 85% വീടുകളിൽ നിന്നും 90% സ്ഥാപനങ്ങളിൽ നിന്നുമായാണ് മാലിന്യം സംഭരിക്കുന്നത്. പ്രതിമാസം 2,50,000 രൂപയാണ് ഉപഭോക്തൃ ഭീഷണത്തിൽ പിരിച്ചെടുക്കുന്നത്. ശേഖരിക്കുന്ന മാലിന്യങ്ങൾ 18 വിഭാഗങ്ങളായി വേർതിരിച്ച് സംസ്കരണത്തിനായി സ്വകാര്യ ഏജൻസികൾക്കും റീസൈക്ലിംഗ് കമ്പനികൾക്കും കൈമാറുകയാണ്. മാസം തോറും ശേഖരിക്കുന്ന 4 ടൺ പ്ലാസ്റ്റിക് വസ്തുക്കളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും. മാലിന്യ ശേഖരത്തിൽ നിന്ന് ലഭിക്കുന്ന ചില്ലുകുപ്പികൾ ആധുനിക MRF മോഡൽ ചില്ല് മാലിന്യ കേന്ദ്രം വഴി സംസ്കരിക്കുകയാണ്. 14 അംഗങ്ങളും ഒരുമിച്ചെടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഈ വികസന ചരിത്രത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞത്. അതിനകത്ത് പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്നൊരു വ്യത്യാസം അതിനകത്ത് നമ്മൾ ആദ്യം മുതലേ ഇല്ലായിരുന്നു. വലിയ തോതിൽ പ്ലാസ്റ്റിക് ഈ പ്രദേശത്തുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഹരിതകർമ്മസേനയെ ആ കാര്യത്തിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വീടുകളിലില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വീടുകളിലേക്ക് ആ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും അതനുസരിച്ച് കിട്ടുന്ന പ്ലാസ്റ്റിക് തരംതിരിച്ച് കൊടുക്കാനൊരു നിർദ്ദേശം നമ്മൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അത് വലിയ വിജയമായി മാറി. ഒരു വരുമാനം അവർക്ക് സ്ഥായിയായി ഉണ്ടാക്കുക എന്നായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ജൈവമാലിന്യം കൂടി സംഭരിച്ച് വളം നിർമ്മാണത്തിന് രൂപം കൊടുത്തിരിക്കുകയാണ് പഞ്ചായത്ത് ഇപ്പോൾ. ഇതിനായി പഴയ പഞ്ചായത്ത് കെട്ടിടത്തിനോട് ചേർന്ന് പ്ലാന്റും പ്രവർത്തനം ആരംഭിച്ചു. ഇരട്ടയാർ പഞ്ചായത്തിന്റെ പേരിലുള്ള ബ്രാൻഡ് വളം വിപണിയിലെത്തിക്കാനുള്ള ശ്രമവും തുടരുകയാണ്. പഞ്ചായത്ത് ഭരണസമിതിയും പ്രതിപക്ഷവും വികസന പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നീങ്ങുന്നതിനാലാണ് ഇരട്ടയാറിന്റെ വിജയമെന്ന് ഒരേ സ്വരത്തിൽ ഈ നാട് പറയുന്നു. സുസ്ഥിര മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയായി തിളങ്ങി നിൽക്കുകയാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത്. ഇവിടുത്തെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മികച്ച വരുമാനം ഉൾപ്പെടെ ഉറപ്പാക്കുന്ന ചില പദ്ധതികളാണ് നടപ്പാക്കി വിജയിച്ചിട്ടുള്ളത്. സനൽ ഇളമ്പച്ചിക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.